എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായൊരു വീഡിയോ ആണ്. സോ എനിക്ക് ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടാക്കി തന്ന ഒരു പ്രോജക്റ്റാണ്. സോ ഈ ഒരു പ്രോജക്റ്റ് കാരണമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മോട്ടീവ്. കാരണം ഞാൻ ഈ വർഷം മുതൽ എൻ്റെ ചാനലിൽ കുറേ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഒന്ന്, ഞാൻ ഇനി മുതൽ ഒറ്റ പ്രൊമോഷൻസ് ഏറ്റെടുക്കത്തില്ല. കാരണം ഈ ഒരു പ്രോജക്റ്റൊന്നും എനിക്ക് പ്രൊമോഷൻ തന്നിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഒറ്റ പ്രൊമോഷൻസ് ഞാൻ ഇനി മുതൽ എൻ്റെ ചാനലിൽ ചെയ്യത്തില്ല. എൻ്റെ ചാനലിൽ ഞാൻ ഇനി ജെന്യുവിനായ കുറച്ച് ട്രേഡിംഗ് സ്ട്രാറ്റജീസും കുറച്ച് ട്രേഡിങ്സും മാത്രം. അത് മേ ബി എയർ ഡ്രോപ്പുകൾ വരാം. ചില എയർ ഡ്രോപ്പൊന്നും നമുക്ക് തരാതെ പറ്റിച്ചിട്ട് പോയേക്കാം. സോ അതൊന്നും എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇമ്മാതിരി പ്രോജക്റ്റുകളൊന്നും ഞാൻ ഇനി തൊടത്തില്ല. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞൊരു 2-3 വർഷത്തിലെ ഏറ്റവും വലിയ സ്കാമുകളിൽ ഒന്നാണ്. സോ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ചതിൽ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റും കൂടിയാണ്. പക്ഷേ കമ്പനി പറയും ഒരു പറഞ്ഞ് പറ്റിക്കലുമില്ല, അവർ പറഞ്ഞ് പറ്റിച്ചിട്ടില്ല, അവർ പറഞ്ഞെടുത്ത് അവരെത്തിയെന്ന്. അതിൻ്റെ ഒരു ജേണി നമുക്ക് കാണാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ എന്ന് പറയുന്നത് ബീലവ്. സോ ഫസ്റ്റ്ലി ഞാൻ എല്ലാവരോടും സോറി പറയുവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഇതിൻ്റെ ഒരു പാർട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിക്കും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു പ്രോജക്റ്റാണ് ബീലവ് എന്ന് പറയുന്നത്. സോ ഞാൻ ഏകദേശം ബീലവിൻ്റെ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ബീലവ് MRR2 എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. എനിക്ക് വീഡിയോ ചെയ്യാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ചുമ്മാ ചറ അപ്ഡേറ്റ് തന്ന് മനുഷ്യനെ വട്ടാക്കുന്ന ഒരു കമ്പനി ആൻഡ് പ്രോജക്റ്റ്. സോ ഒരുപാട് വീഡിയോസാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര്. കാരണം ഇവർക്ക് ഇതിനെ പണി ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു ദിവസം ഒരു അപ്ഡേറ്റ് പറയും, അടുത്ത ദിവസം പറയും ഇങ്ങനെയല്ല മറ്റൊരു രീതിയാണെന്ന്. കമ്പനിക്ക് ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ കാണിക്കുന്ന തോന്നിവാസമാണ് ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ്ലി നമുക്ക് ഇവരുടെ മെയിൻ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം. സോ എന്താണ് ബീലവ് എന്ന് അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ബീലവ് എന്ന് പറയുന്നത് ഒരു മൈനിങ് പ്രോജക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തു ബീലവ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ആപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഡെയിലി പോയിട്ട് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് കിട്ടും. റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ എൻ്റർ ആവണമെങ്കിൽ മിനിമം 100 ബീലവ് എങ്കിലും വേണം. ഇതായിരുന്നു ഇവർ പറയുന്നത്. ഇവർക്ക് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്, BFIC ബ്ലോക്ക് ചെയിൻ. സോ BFIC എന്ന് പറയുന്ന പ്രോജക്റ്റ് പണ്ട് വന്നു, എന്തൊക്കെയോ സംഭവിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ കോലാഹലങ്ങളുണ്ടാക്കി. അതുമാത്രമല്ല, ഇവർ പറയുന്നു ഒരു BFICക്ക് $24 $25 ഉണ്ട്, $40 വരെ ഓൾ ടൈം ഹൈ കയറിപ്പോയി. ഞാൻ നോക്കിയപ്പോൾ MEXൽ കറക്റ്റാണ്, ഓൾ ടൈം ഹൈ ഒക്കെ കയറിപ്പോയി. ഒട്ടുമിക്ക എക്സ്ചേഞ്ചിലുണ്ട് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ, നമുക്ക് മെറ്റാമാസ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ശരി, സമ്മതിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ബീലവ് എന്ന് പറയുന്നത് ഇവരുടെ ഗ്ലോബൽ പ്രോജക്റ്റാണ്. നോക്കിയപ്പോഴത്തേക്കും ബീലവ് എന്ന് പറയുന്ന പ്രോജക്റ്റിനെ പറ്റി നമ്മൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ എല്ലാം പോസിറ്റീവും, പിന്നെ ഈ പറയുന്ന ഫുട്ബോൾ മാച്ചിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നു, ദുബായിൽ ക്രിപ്റ്റോ എക്സ്പോയിൽ വന്നിരിക്കുന്നു, ബീലവ്. അപ്പോൾ എവിടെ തിരിഞ്ഞാലും ബീലവ് എന്നൊക്കെ പറഞ്ഞ് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് വന്നത്, ബീലവ് എന്ന് പറയുന്നത്. ഏകദേശം പാർട്ടിസിപ്പൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,40,20,318 പേരാണ് ടോട്ടലി ഈ ഒരു ടോട്ടൽ ആപ്പ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്രയും ആൾക്കാർ 205 രാജ്യങ്ങളിൽ. ഒന്നാലോചിച്ച് നോക്കി, ഈ കണക്കൊക്കെ സത്യമാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു പ്രോജക്റ്റിന് സ്വന്തമായിട്ടൊരു ട്വിറ്റർ പേജ് ഇല്ല. കോമഡി ആലോചിച്ച് നോക്കണം. ഇവിടെ സ്കാം ചെയ്യാൻ വരുന്ന ഉഡായിപ്പ് പ്രോജക്റ്റ് പോലും സ്വന്തമായിട്ടൊരു ട്വിറ്റർ പേജ് കൊണ്ടുവരും. അവർക്ക് സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് കാണും, നല്ലൊരു വെബ്സൈറ്റ്സ് കാണും. ഇവർ കുറേ കോലാഹലവും കുറേ ദുരന്തവും, പിന്നെ ഇത് പറഞ്ഞ് അച്ചടിച്ച് വിടാനായിട്ട് കുറേ എണ്ണം. ബീലവ് നാളെ ബിറ്റ്കോയിനെ പൊട്ടിക്കും, ഒരു കോപ്പും നടക്കാൻ പോണില്ല, അതാണ് സത്യം. സോ ഇന്നാ ബീലവ് എന്ന് പറഞ്ഞ ടോക്കണേ ഇല്ല. ഞാൻ ബാക്കി വരാം. വീഡിയോ ഫുള്ള് കാണാതെ തെറി വിളിക്കുന്നവർക്ക് സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക്. അപ്പോൾ ടോട്ടൽ ബീലവ് സ്റ്റേക്ക് ചെയ്യുന്ന പൂള്, അതിൻ്റെ റേറ്റ്, ബീലവ് ടോട്ടൽ വിഡ്രോവൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നടന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. കമ്പനി തുടക്കത്തിൽ ബീലവ് മൈനിങ്ങിന് മുമ്പ് ബീലവ് പ്രീസെയിൽ വെച്ചു. അപ്പോൾ ചെറിയ തുകയ്ക്ക് ഒരുപാട് ആൾക്കാർ ബീലവ് ടോക്കൺ വാങ്ങിയിട്ട് ഇവരെല്ലാവരും ഈ ബീലവ് ടോക്കൺ അങ്ങ് വിൽക്കാൻ തുടങ്ങി. ഇവർ 10 ലക്ഷം 1 കോടി ബീലവ് ടോക്കൺ വാങ്ങി സ്വന്തമായിട്ട് വച്ചിട്ട് ഇവർ ഈ ടോക്കൺ
ചുമ്മാ വിൽക്കാൻ തുടങ്ങി. കമ്പനി അതിനുള്ള ലൈസൻസ് കൊടുത്തു. എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഇത് മൂവ് ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇവരുടെ മൈനിങ് ആപ്പ് ഇങ്ങനെ നടക്കുകയല്ലേ. ഇവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? 2023 സെപ്റ്റംബറിൽ കമ്പനി കൊണ്ട് ലിസ്റ്റ് ചെയ്യും. ബൈനാൻസ് അടക്കം ലിസ്റ്റ് ചെയ്തിട്ട് $2 അടുപ്പിക്കും. BFIC $25 പോയ പ്രോജക്റ്റാണ്. $30 BFIC കയറിയിട്ടുണ്ടെങ്കിൽ B11 അത്രയും കയറാൻ പറ്റും. അപ്പോഴും B11ൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ട്രില്യൺസ് ഒക്കെ സംതിങ് ആണ്. B11ൻ്റെ സപ്ലൈ. ഇത്രയും സപ്ലൈ വെച്ചിട്ട് ഈ ഒരു ലെവലിൽ ഒരിക്കലും പോകാൻ പറ്റൂല എന്ന് അന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പം ഞാനടക്കം പറയുവാണ് ഇല്ല. കാരണം BFIC ഇത്രയും കയറ്റിയ കമ്പനി ആയതുകൊണ്ട് B11 ഒക്കെ എത്തിക്കും. ഇവരെന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്ന് പറയുവാണ്. B11ൻ്റെ മൈനിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഒരുപാട് ആൾക്കാർ കൂടിപ്പോയി. ഇനി മൈനിങ് റിവാർഡ് കൊടുക്കാൻ പറ്റൂല. ഒരു കമ്പനിക്ക് ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റത്തില്ല എന്നത് സ്റ്റോപ്പ് ചെയ്യണം, എന്നത് പറ്റില്ല എന്ന്. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയും ആൾക്കാർ കൂടി വന്നപ്പം കമ്പനിക്ക് മൈനിങ് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ശരി, വിശ്വസിച്ചു. പൊട്ടനായിരുന്നു, വിശ്വസിച്ചു. ശരി, കമ്പനി മൈനിങ് സ്റ്റോപ്പ് ചെയ്തു. കമ്പനി അടുത്ത ചെയ്ത പരിപാടി എന്താണ്? അങ്ങനെ തന്നെ ഇട്ടിരുന്നു 6 മാസം. ഒരു അപ്ഡേറ്റും കൊണ്ടുവരാതെ. ആൾക്കാരെല്ലാം എൻ്റെ B11 എന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ B11 10 രൂപയ്ക്ക് വിൽക്കുന്നു, 8 രൂപയ്ക്ക് വിൽക്കുന്നു, 5 രൂപയ്ക്ക് വിൽക്കുന്നു. B11 5 രൂപ, 3 രൂപ അങ്ങനെയൊക്കെ വിൽക്കുന്നു. ഇവർ പറയുന്നത് എന്താണ്? ഈ മൈനിങ് ഉടനെ സ്റ്റോപ്പായി. നമ്മൾ വിഡ്രോ ചെയ്ത് വാലറ്റിലോട്ട് കൊണ്ടുവരും. ഓക്കെ, ശരി. ഇത് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇവരുടെ BFIC ടോക്കൺ വേണം. സോ അന്ന് ഈ BFIC എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെല്ലാം പോയി ചെന്ന് BFIC വാങ്ങിച്ചു, വാലറ്റിലോട്ട് കൊണ്ടുവന്നു. അതും ഈ പുതിയൊരു മെറ്റാമാസ്കിൻ്റെ വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ പറയുന്നു. ഇവരുടെ ലവ് വാലറ്റ് ആണെങ്കിൽ മിക്കപ്പോഴും അപ്ഡേറ്റ് വന്ന് മിക്കപ്പോഴും അത് ഓപ്പൺ പോലും ആവത്തില്ല. ഇവരുടെ ഈ ആപ്പ് ടോട്ടലി പോയി. പിന്നെ എനിക്ക് വീണ്ടും എടുത്തു പറയാനുള്ളത്, ഇത്രയും 1 കോടി 2 കോടി മെമ്പേഴ്സുള്ള പ്രോജക്റ്റിന് ഒരു ട്വിറ്റർ പേജ് ഡെവലപ്പ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെയാണെന്നാണ് എൻ്റെ ചോദ്യം. ഒരു സോഷ്യൽ മീഡിയ അവർക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലേ? ചുമ്മാ കമ്പനിയുടെ MD വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ലൈവ് ഇടുന്നു, ഡെയിലി കുറേ സൂം മീറ്റപ്പ്, ഡെയിലി കുറേ പ്രോഗ്രാം, ചറ അതും പോരാഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് നേരാമണ്ണം ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത കമ്പനി വേറെ കുറേ പ്രോജക്റ്റായിട്ട് വരുന്നു. പല ആറ്റം ബോംബ്, എക്സ്ചേഞ്ച്, മറ്റേ ബെറ്റിങ്, AI ഇങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് ഞാൻ അതിലൊന്നിലും ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നു. എന്താണ് സംഭവം എന്നറിയണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പുതിയ ഇതായിട്ട് വന്നു. B11 നമ്മൾ വിഡ്രോ ചെയ്ത് വാലറ്റിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കമ്പനി അത് ബേൺ ചെയ്ത് എല്ലാം കളയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, അത് ചെയ്യാം. അങ്ങനെ അത് ചെയ്തു. കമ്പനി എന്ത് ചെയ്തു? നാളെ വന്നിട്ട് പറയുകയാണ്, ഒരുപാട് പേര് B11 വാലറ്റിലോട്ട് മാറ്റിയിട്ടില്ല, അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും 1 മാസം എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ഒരു 4-5 മാസം തള്ളിപ്പോയി. അപ്പോഴാണ് ഇവർ പുതിയ അടവുമായിട്ട് വന്നു. ഇവർ പുതിയ അടവ് മീൻസ് ഇവർ കൊണ്ടുവന്ന അടവെന്ന് പറയുന്നത് BFIC ഗോൾഡ്. എൻ്റെ ലൈഫിൽ ഇത്രയും ദുരന്തം പിടിച്ച പ്രോജക്റ്റ് സത്യം പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം? പൈസ പോയി. BFIC ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. BFIC ഗോൾഡ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പ്രീ സെയിലിൽ അടിപൊളിയാക്കാം. BFIC ഗോൾഡിന് സെപ്പറേറ്റ് ആപ്പ്. BFIC ഗോൾഡ് $2.5 ഇവർ പ്രീ സെയിൽ വെച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. $2.5 പ്രീ സെയിൽ വെച്ച ഒരു പ്രോജക്റ്റ്. എന്നിട്ട് ഈ ഒരു പ്രോജക്റ്റിൽ ഒരുപാട് പേര് എൻട്രി എടുത്തു. ഞാനും എൻട്രി എടുത്തു. പൈസ ഇട്ടു. റെഫറലുണ്ട്. ശരി, സമ്മതിച്ചു. റെഫറൽ റിവാർഡ്സ്, സ്റ്റേക്കിംഗ് പൂള് എല്ലാം ഇവർ കൊണ്ട് ലിസ്റ്റ് ചെയ്ത് പോളിനിക്സിൽ 1-2 ചെറിയ വോളിയം കുറഞ്ഞ വളരെ ദുരന്തമായ എക്സ്ചേഞ്ചുകളിൽ കൊണ്ട് നിർത്തി. ഇവർ അവിടെ നിർത്തിയിട്ട് ലിസ്റ്റ് ചെയ്ത പ്രൈസ് $2.5. അതിൽ തന്നെ സ്റ്റേബിൾ. ഈ എക്സ്ചേഞ്ചിൽ വിഡ്രോയിലും കൊടുത്തിട്ടില്ല, ഡെപ്പോസിറ്റും കൊടുത്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ആരാണ് സെല്ല് ചെയ്യുന്നത്? അവർ തന്നെ കാണിച്ചു വെച്ച ഓരോ കാര്യങ്ങൾ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ BFIC ഗോൾഡ് അതാത് എക്സ്ചേഞ്ചിൽ പോയി BFIC ചെയിനിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടിടാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ BFICയുടെ കോൺട്രാക്ട് അഡ്രസ്സ് മാറ്റി. BFIC ഗോൾഡിൻ്റെ ഇപ്പോഴും എൻ്റെ മെറ്റാമാസ്കിൽ കിടപ്പുണ്ട്. BFIC ഗോൾഡ് 1, BFIC ഗോൾഡ് 2. അത് എന്തൊക്കെ എറർ വന്നു, കമ്പനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോരോ ദുരന്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രീ സെയിലിൽ ഒരുപാട് പേര് വാങ്ങിച്ചു. എന്നിട്ടും ഒരു 2-3 ദിവസമായിട്ടൊന്നും ഈ പ്രീ സെയിലൊന്നും തീർന്നില്ല. ഇങ്ങനെ തന്നെ ഓപ്പണായിട്ട് കിടന്നു. ആർക്കും വേണ്ട. അപ്പോഴും മണ്ടൻ. ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോഴും ഞാൻ പോയി BFIC ഗോൾഡ് BFIC 2.5 വാങ്ങിച്ചു കഴിഞ്ഞാൽ എറൗണ്ട് 50 BFIC വാല്യൂ കയറുമെന്ന് പറഞ്ഞ് പോയി ചെന്ന് തല വെച്ച്. ഒരു മാസം കഴിഞ്ഞപ്പോൾ BFIC ഗോൾഡിൻ്റെ ഒരറിവുമില്ല. അങ്ങനെയുള്ള പ്രൊജക്റ്റേ ഇന്ന് മാർക്കറ്റിലില്ല. നമ്മുടെ പോലും അനുവാദം ഇല്ലാതെ, അതായത് ഇത്രയും ആൾക്കാർ പൈസ ഇട്ട് BFIC ഗോൾഡ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആരുടെയും ഒരു ഇതില്ലാതെ ഇവർ ആ സ്റ്റേക്കിംഗ് പൂൾ എല്ലാം ക്ലോസ് ചെയ്തു. ആ റിവാർഡ് പാറ്റേൺ എല്ലാം കളഞ്ഞിട്ട് BFIC അവിടെ ഇട്ടേക്കുന്നു. പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് BFIC ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയത്? കുറേ ആൾക്കാരുടെ പൈസ പോയി, എൻ്റെ ഉൾപ്പെടെ. വിട്. അതും നമുക്ക് വിടാം.
BFIC ഗോൾഡ്. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വീണ്ടും ഇവരുടെ കുറേ പുതിയ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആറ്റം ബോംബ് എന്നൊക്കെ പറഞ്ഞ് പല പ്രോജക്റ്റിൻ്റെ അപ്ഡേറ്റ് വരുന്നു. ഞാനതെല്ലാം കളഞ്ഞു. ഇവർ പറഞ്ഞത് എന്താ, സെപ്റ്റംബറിൽ ഇവർ ഈ പറയുന്ന ബീലവ് ലിസ്റ്റ് ചെയ്യും. സെപ്റ്റംബറിൽ ബീലവ് ലിസ്റ്റ് ചെയ്യും. അപ്പോഴാണ് പുതിയ അടുത്ത നാടകം. ട്വിറ്ററിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഇല്ലാത്ത പ്രോജക്റ്റ് ഒന്നും ബൈനാൻസ് ലിസ്റ്റ് ചെയ്യൂല. ഇതെന്ത് ഇവർക്ക് ആദ്യമേ അറിഞ്ഞൂടെ? എൻ്റെ ചോദ്യം അതാണ്. ഇതൊന്നും ഇവർക്ക് ആദ്യമേ അറിഞ്ഞൂടാ. ഒരു വലിയ കമ്പനി ഇവർക്ക് അറിയില്ല ട്വിറ്ററിൽ പേജ് ഉണ്ടാക്കണമെന്നും. ഒരു കൊച്ചു കുട്ടിക്കറിയാം ട്വിറ്ററിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പേജ് ഉണ്ടാക്കണം, അതാണ് ഒഫീഷ്യൽ പേജ്. ആ പേജ് വഴിയാണ് ആ കമ്പനി എല്ലാ ആൾക്കാരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന്. അതൊന്നും ചെയ്തിട്ടില്ല. ഒടുക്കം ലാസ്റ്റ്, അതായത് ആദ്യമുള്ള ബീലവ് നശിപ്പിച്ച് ആൾക്കാർ ഈ പറയുന്ന ബീലവ് പല ആൾക്കാർക്ക് ബ്ലാക്ക് മാർക്കറ്റ് വിൽക്കാൻ തുടങ്ങി. ബീലവ് $1 അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനും അത് വാങ്ങിച്ചു, മണ്ടൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കമ്മ്യൂണിറ്റിക്കും കൂടെ കുറച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഞാനെടുത്ത ഏറ്റവും വലിയ ബാഡ് ഡിസിഷൻ, ടോട്ടൽ എൻ്റെ വാല്യൂ നശിപ്പിച്ച ഒരു പ്രൊജക്റ്റ്, അങ്ങനെ ഞാൻ പറയൂ. കാരണം 2024 ഞാൻ തുടക്കം, അതായത് 2024 ജനുവരി ആയ സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഒരു 1-2 ഫ്രണ്ട്സ് ഇങ്ങനെ ബീലവ് ബൾക്കിന് വാങ്ങിച്ചു വെച്ചേക്കുന്നു. അപ്പോൾ അവർ വാങ്ങിച്ചതിൽ നിന്ന് കുറച്ച് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് പേർക്ക് ഞാനത് കൊടുത്തു. ഒരു ടോക്കണിന് ഇത്ര രൂപ ഇട്ടിട്ട്. അപ്പോൾ എന്നിട്ടും അവരെ വേറെ പല ആൾക്കാരും കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന 2 രൂപയ്ക്ക് കൊടുക്കാം, 3 രൂപയ്ക്ക് കൊടുക്കാം, 1 രൂപയ്ക്ക് കൊടുക്കാം. അവരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവരെന്നോടുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആ ടോക്കണ് എറൗണ്ട് 4 രൂപ 5 രൂപ ആ റേഞ്ചിൽ മേടിച്ചു. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഹിറ്റാവുമെന്ന് വിചാരിച്ചിട്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഉളുപ്പ് ആ കമ്പനിക്ക് കാണിക്കായിരുന്നു. ആ പ്രോജക്റ്റ് കൊണ്ട് ലിസ്റ്റ് ചെയ്തിട്ട് നശിപ്പിക്കായിരുന്നു. ഇവരതും ചെയ്തിട്ടില്ല. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ബീലവ് വാങ്ങിച്ച് പോക്കറ്റിൽ ഇട്ട ആൾക്കാരെ അങ്ങനെ ഇരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ടെലിഗ്രാമിൽ മൈനിങ് ഹിറ്റായി. അതായത് ടെലിഗ്രാമിൽ ഈ നോട്ട്, ഡോഗ്, അങ്ങനെ എക്സംപയർ, അങ്ങനെ പല ടോക്കൺ വന്നില്ലേ, ടാപ്പ് ടു ആണ്. അപ്പോഴിവർ ഡെവലപ്പ് ചെയ്തൊരു പ്രോജക്റ്റാണ് ഈ പറയുന്ന ബീലവ് ഡാപ്പ്. ഇത്രയും മനോഹരമായ ഒരു പ്രോജക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും മുടിഞ്ഞ അപ്ഡേറ്റ്, എല്ലാ ദിവസവും അപ്ഡേറ്റ്. ചുമ്മാ കുറേ ഉടായിപ്പ് കൊണ്ടുവന്നല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു തേങ്ങയില്ല ഈ ഒരു പ്രോജക്റ്റ്. ഇവരുടെ കുറേ റാങ്ക്, ഇവരുടെ കുറേ കുന്തം, എന്നിട്ട് ഒടുക്കം എയർ ഡ്രോപ്പൊക്കെ തള്ളലെന്നൊക്കെ പറഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും $30 $40 എയർ ഡ്രോപ്പ് ഇവരങ്ങ് കൊടുക്കുമെന്ന്. എന്നിട്ട് ഒരു തേങ്ങയും കൊടുത്തിട്ടില്ല. അതിലേക്ക് വരാം. ഞാനീ പറയുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രൊജക്റ്റിനെ ഒരാൾ വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിനെ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇറക്കി, കമ്മ്യൂണിറ്റി മൊത്തം നശിപ്പിച്ച് പോയിട്ട് നമുക്ക് ആ ഒരു വിഷമം അറിയാം. കാരണം കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കമ്മ്യൂണിറ്റിയാണ്. കാരണം വിശ്വാസം എന്ന് പറയുന്നൊരു സാധനം പോയാൽ പിന്നെ കിട്ടത്തില്ല. അതിപ്പോൾ പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, ആരായാലും അങ്ങനെ തന്നെയാണ്. ആ വിശ്വാസം ഒരാളിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ആരും അവിടെ നിൽക്കത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പറയാൻ വന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ബീലവ് തന്നെയാണ്. സോ ഇവരുടെ ബീലവ് ഡാപ്പ് എല്ലാ ദിവസവും തോന്നിയ പോലെ അപ്ഡേറ്റാണ്. ആ അപ്ഡേറ്റ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ബീലവ് ഡാപ്പിൽ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോയിൻസ് വരുമെന്ന് പറയുന്നതല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഇതിൽ വേറെ ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടില്ല. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, എന്തോ ഒരു വശപശയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ബാക്ക് എൻഡിൽ പുതിയൊരു ഉടായിപ്പ് കൊണ്ടുവന്നു. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഓൾഡ് ബീലവിനെ ബീലവ് 2.0 കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബീലവ് 2.0 ആലോചിച്ച് നോക്കണം. അതായത് ബീലവ് ടോക്കൺ വാങ്ങിച്ചു വെച്ച ഒരുപാട് പേർക്ക് ഈ ബീലവ് 2.0 കൺവേർട്ട് ചെയ്യാൻ പോലും അറിഞ്ഞില്ല. അതുമാത്രമല്ല, ബീലവ് 2.0 സപ്ലൈ കുറവ് പോലും. ആദ്യത്തെ സപ്ലൈ വെച്ചിട്ട് $2 ആ കോയിൻ അടിക്കാൻ പറ്റൂലെന്ന്. ഇതൊന്നും ഒരു കമ്പനിക്ക് ഇറക്കുമ്പോൾ അറിഞ്ഞൂടെ? അതാണ് എൻ്റെ ചോദ്യം. ഒരു കമ്പനിക്ക്, ഒരു ഇത്രയും വലിയ കമ്പനി, ആന ചേന എന്നൊക്കെ പറയുന്ന കമ്പനിക്ക് അറിഞ്ഞൂടാ. അവസ്ഥ ഒടുക്കം ബീലവ് 2.0 വന്നു. 2.0 സ്വാപ്പ് ചെയ്യാനായിട്ട് ഒരു ദിവസം ലിമിറ്റ് വെച്ചേക്കണം, 1000 ടോക്കൺ. 1 ലക്ഷവും 10 ലക്ഷവും വാങ്ങിച്ച് ഓരോ ആൾക്കാർ കയ്യിൽ വെച്ചിട്ട് ഒരു ദിവസം 1000 ടോക്കൺ വെച്ച് സ്വാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ദുരന്തമെന്ന് അറിയാമോ? അത് മിക്ക സമയത്ത് സൈറ്റ് എറർ. ഗ്യാസ് ഫീ ചുമ്മാ BFIC പോണതല്ലാതെ സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല. ഒടുക്കം കുറേ പാടുപെട്ട് എത്രയോ ദിവസങ്ങൾ ഇരുന്നിട്ടാണ് കയ്യിലുണ്ടായിരുന്ന ബീലവിനെ ബീലവ് 2.0 മാറ്റിയത്. അപ്പോൾ ഇവർ പറയുന്നത് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇത്രയും നല്ലൊരു അപ്ഡേറ്റ് ലോകത്ത് ഒരു കമ്പനി തന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീലവ് 2 നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു ദിവസം ആരും അറിയാതെ ഒരു ദിവസം വൈകുന്നേരം കൊണ്ട് ലിസ്റ്റ് ചെയ്യും. അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്ത് പൈസ എടുത്തുകൊണ്ട് പോക്കോ, നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത്. അതും ഒറ്റ എക്സ്ചേഞ്ചിൽ. എങ്ങനെ ഇരിക്കുന്നു?
നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടത് സെല്ല് ചെയ്ത് പൊക്കോളാം. ബിലോ 2.0 അതും ഒറ്റ എക്സ്ചേഞ്ച്. അല്ല നിങ്ങൾക്ക് ഈ കമ്പനിയിലും പ്രൊജക്റ്റിലും ഒക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് ഹോൾഡ് ചെയ്യാം. ശരി, ഇത്രയും കാണിച്ചു. ഹോൾഡ് ചെയ്ത് തുലയ്ക്കാം എന്ന് വിചാരിച്ച് ഹോൾഡ് ചെയ്തു. അപ്പോഴാണ് പുതിയ അപ്ഡേറ്റ്. നിങ്ങളുടെ കയ്യിലുള്ള ബിലവ് 2.0 ആണ് ഇവരുടെ ബിലവ് ഡാപ്പിൻ്റെ BLD ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നെന്ന്. എന്തൊക്കെ പറയാൻ വാക്കുകളില്ല. വളരെ മികച്ച അപ്ഡേറ്റ് ആണ്. അതായത് ഒരു മനുഷ്യൻ പൊട്ടനാണെന്ന് ഇവരൊക്കെ ആക്കുവാണ്. അതായത് ഒരു പൊട്ടൻ, അതായത് ഈ ഒരു കമ്മ്യൂണിറ്റി, അതായത് ഇവരുടെ ഈ കമ്മ്യൂണിറ്റി ഇത്രയും കാണിച്ചിട്ടും ട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നെങ്കിൽ അവർക്കിതൊന്നും അറിയില്ല, അല്ലെങ്കിൽ അവരേതോ മായാലോകത്താണ്. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തിനാണ് ഇവർ ഈ ഒരു കമ്മ്യൂണിറ്റി നിൽക്കുന്നതെന്ന് ഇവർ പഠിക്കാൻ തയ്യാറാകത്തില്ല. ഇവരിപ്പോഴും പറയുന്നു BLD അങ്ങ് ബിറ്റ്കോയിനെ പൊട്ടിക്കും. ഒരു പഴവും നടക്കാൻ പോണില്ല. അതാണ് സംഭവിക്കാൻ പോണത്. ഈ 150 വട്ടം ഞാനിവിടെ 3 തവണ അല്ലെങ്കിൽ 4 തവണ ഇവന്മാരുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓരോ തവണ ക്രിയേറ്റ് ചെയ്യുമ്പോഴും പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ വാലറ്റ് പോകും. പിന്നെ ഒന്നേന്ന് നമ്മൾ വീണ്ടും ഇമ്പോർട്ടോ ലോഗിനോ കൊടുക്കണം. പിന്നെ ഇവിടെ ഇടയ്ക്ക് എയർ ഡ്രോപ്പിൻ്റെ ഒരു പേജ് ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ വ്യക്തമായ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. എയർ ഡ്രോപ്പിൻ്റെ പേജുണ്ട്. ആ പേജ് ഇല്ല. ആദ്യം പറഞ്ഞു എയർ ഡ്രോപ്പാന്ന് വലിയ എമൗണ്ട് തരുമെന്ന്. പിന്നെ പറഞ്ഞു $200 $300 എയർ ഡ്രോപ്പ് തരുമെന്ന്. പിന്നെ ഈ തരാമെന്ന് പറഞ്ഞ എയർ ഡ്രോപ്പ് ഇവന്മാരുടെ 15 പ്രൊജക്റ്റിലേക്ക് ഇടുമെന്ന്. അതായത് $200 എയർ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഇവന്മാരുടെ 15 പ്രൊജക്റ്റിൽ $15 അവർ ഇതുപോരായിട്ട് സ്പ്ലിറ്റ് ചെയ്തിടും. അത് അവിടെ കിടന്നിട്ട് ഒടുക്കം നമുക്ക് പിന്നീട് തരുമെന്ന്. ഒരു പ്രൊജക്റ്റും ഒരു ടോക്കണും നേരാവണ്ണം എടുത്ത് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ലിസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിനെ നട്ടല് നിവർത്തി നിർത്താൻ പറ്റാത്ത ഒരു കമ്പനിയാണ് 15 പ്രൊജക്റ്റിനെ ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പോണത്. പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ട്വിറ്റർ പേജിലേക്ക് തന്നെ നമുക്ക് പോവാം. ഞാൻ ഇടയ്ക്ക് ഇന്നലെ മെനങ്ങാന്നും അവരുടെ ട്വിറ്റർ പേജ് ഒന്ന് റിട്വീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ജസ്റ്റ് എനിക്ക് അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി. സോ ബിലവ് സ്റ്റേക്കിംഗ് ഈസ് ലൈവ്. അവരുടെ സ്റ്റേക്കിംഗ്, എവരി സ്റ്റേക്ക് മീൻസ് മോർ റിവാർഡ്സ്. ഒരു തേങ്ങയും നടക്കാൻ പോണില്ല. നമുക്ക് നേരെ ഇനി BLD ടോക്കൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇവർ ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് അങ്ങ് ആന എന്ന് പറഞ്ഞ ആ ടോക്കൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഡിജിഫിനെക്സ് കോയിൻ സ്റ്റോർ ഇതുപോലത്തെ ഒട്ടും ഓളിയമില്ലാത്ത ഏറ്റവും ഡൗൺ ആയ എക്സ്ചേഞ്ച്. ആ എക്സ്ചേഞ്ചിൽ ഇവർ എയർ ഡ്രോപ്പ് കൊടുത്തിട്ടില്ല. അതായത് അവിടെ ഒരു ലാസ്റ്റ് മൊമെൻ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ടായി. 50,000 BLV 2.0 ഉള്ളവർക്ക് മാത്രമേ BLDയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവസ്ഥ ആലോചിച്ച് നോക്കണം. 50,000, അതായത് ഒരു ടോക്കൺ 5 രൂപയ്ക്കൊക്കെ വെച്ച് വാങ്ങിച്ചവനെന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷം 3 ലക്ഷം രൂപ മുടക്കി ഇട്ടേക്കുന്ന അവർക്ക് മാത്രം. ബാക്കി ആർക്കും പറ്റത്തില്ല. എൻ്റെ 1 ലക്ഷം രൂപ കല്ലായി. പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ട്. എനിക്ക് അങ്ങനെ തന്നെ വരണം. കാരണം ഇമ്മാതിരി പ്രോജക്റ്റൊക്കെ വീഡിയോ ചെയ്തതും ഇമ്മാതിരി പ്രോജക്റ്റൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടതിനും എനിക്ക് അത് തന്നെ വരണം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എനിക്ക് അത് തന്നെ വരണം. ഇതാരാണ് ഈ സെല്ല് ചെയ്യുന്നത്? $9.50 കൊണ്ട് ലിസ്റ്റ് ചെയ്തു ഈ ടോക്കൺ. $9.50 എയർ ഡ്രോപ്പ് കൊടുത്തിട്ടില്ല. എയർ ഡ്രോപ്പ് ആർക്കും കിട്ടിയിട്ടില്ല. കമ്മ്യൂണിറ്റിക്ക് ഈ പ്രോജക്റ്റ് വന്നിട്ടുമില്ല. ആരുടെ കയ്യിലും ഈ ഒരു പ്രോജക്റ്റ് ഇല്ല. പിന്നെ എന്തിനാണ് ഇവർ ഈ കാണിക്കുന്നത്? എന്നിട്ട് ഇതും വിശ്വസിച്ച് പോകുന്നു. $9.50 കൊണ്ട് ലിസ്റ്റ് ചെയ്തു. $9.50 എന്നിട്ട് ഡൗൺ അടിച്ച് തിരിച്ച് വന്നിട്ട് തിരിച്ചൊരു ചെറിയൊരു ബൈ, കാരണം കമ്മ്യൂണിറ്റി ബൈ ചെയ്യുന്നു എന്നൊന്ന് കാണിക്കാൻ വേണ്ടി ചെറിയൊരു ബൈ. എന്നിട്ട് വീണ്ടും $1.50. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു 4 ദിവസം മുന്നേ ലിസ്റ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. 4 ദിവസം മുന്നേ $10 ലിസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് $1.50 താഴെ പോകാന്നൊക്കെ പറഞ്ഞാൽ ഇത് മാർക്കറ്റിൻ്റെ കുഴപ്പം കൊണ്ട് ഡൗൺ അടിക്കണമല്ല. വ്യക്തമായ കാര്യങ്ങളുണ്ട് ബാക്ക് എൻഡിൽ. ഇത് ഈ പറയുന്ന 2 എക്സ്ചേഞ്ചുകൾ, ഒന്ന് ഡിജിഫിനെക്സ്, മറ്റൊന്ന് കോയിൻ സ്റ്റോർ. സോ ഞാൻ കാണിച്ചു തരാം. കോയിൻ സ്റ്റോറിലും കാണിച്ചു തരാം. കോയിൻ സ്റ്റോറിൻ്റെ ആപ്പൊന്നും എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ വയ്യ. ഞാൻ അവരുടെ ടെലിഗ്രാമിൻ്റെ ഒന്നും മിനി ആപ്പാണ് എടുത്ത് വച്ചേക്കുന്നത്. ഈ 2 ഇതിലും. പിന്നെ പോരാഞ്ഞിട്ട് ഈ ഒരു ബിലവിൻ്റെയും ഈ ഒരു ഡാപ്പിൻ്റെ ഈ ടോക്കൻ്റെ BLD ടോക്കൻ്റെയും പ്രീസെയിൽ നടന്നു. അതും വാങ്ങിച്ച മണ്ടന്മാരെയാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. ചിലപ്പോൾ മേ ബി അവർ വിറ്റെടുത്ത് കാണും. ഭാഗ്യം ഉണ്ടെങ്കിൽ അവർ വിറ്റ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിട്രൂ, ഇതൊക്കെ ഏറ്റവും ഡൗൺ ആയിട്ട് നിൽക്കുന്ന എക്സ്ചേഞ്ചുകളാണ് ഈ പറയുന്ന. ഈ ഒരു 4-5 എക്സ്ചേഞ്ച് കൊണ്ട് ലിസ്റ്റ് ചെയ്തിട്ട് പിന്നെ കമ്പനിയുടെ ഒരു ഭാഗത്തുമില്ല. ഇതേപോലെയാണ് BFIC ഗോൾഡ് വന്ന് മൊത്തം ഇതായത്. സ്റ്റേക്ക് ബിലവ് 2ൻ്റെ ഡെപ്പോസിറ്റ് എക്സ്റ്റെൻഡ് നടന്നു 30 ഡിസംബർ 2024 വരെ. വേണ്ട, ഇതിൽ കാണിക്കുന്ന വേല തോന്നിയാസം കിടക്കും. പിന്നെ ഇവരുടെ വാലറ്റിലൊന്നും മിക്ക സമയത്ത് ബിലവ് 2.0 ബിലവോ ഒന്നും വരത്തില്ല. ഇവരുടെ
റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിലോട്ടാണ് പോകുന്നത്. ഇവർ ഒരു ട്വിറ്റർ പേജെങ്കിലും ഉണ്ടാക്കി വച്ചത് ഇവർ ഭാഗ്യം. 15 വേയ്സ് എന്ന്. ഇത്രയും ആപ്പാണ് ഇവർ ഡെവലപ്പ് ചെയ്യാൻ പോണത്. ഒറ്റ ആപ്പ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വയ്യ. എന്നിട്ടാണ് അവർ 15 ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ചുമ്മാ കുറേ തള്ളാന്നല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. ബീലവിൻ്റെ എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന്. കൺഗ്രാജുലേഷൻ. 150 മില്യൺ ബീലവ് ടോക്കണാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന്. പിന്നെ ഭയങ്കര ഡിസ്ട്രിബ്യൂഷൻ ആയിപ്പോയി. ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ ഓരോരോ ഉഡായിപ്പിക്കേഷൻ. പിന്നെ കുറേ പേജസ് ഉണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. സത്യങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം എൻ്റെ കമൻസിൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ തെറി വിളിക്കുമായിരിക്കും. പിന്നെ പല ആൾക്കാരും എൻ്റെ കാരണത്തിൽ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നു. അതിലെല്ലാം നശിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല. സ്നാപ്ഷോട്ട് ഞാൻ ഇവരുടെ ആ ഒരു പ്രീ സെയിൽ 3rd ഡേ പ്രീ സെയിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. സോ ഇവരുടെ പ്രീ സെയിലിൻ്റെ ഡീറ്റെയിൽസിലോട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. $2 2.5 ലക്ഷം ടോക്കൺ $2 ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ ഇവർ സെയിൽ നടത്തിയിട്ടുണ്ട്. പോളിഗൺ ചെയിനിൽ സെയിൽ നടത്തിയിട്ടുണ്ട്. 3,33,000 ടോക്കൺ $1.5. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ചെയിനിൽ കൊണ്ടുണ്ട്. 3 ചെയിനിലൊക്കെയാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. 5 ലക്ഷം, 3,33,000, 2.5 ലക്ഷം. സോ അങ്ങനെ 3 ചെയിനിലായിട്ടാണ് ഇവർ പ്രീ സെയിൽ നടത്തിയത്. എന്തിന്? ഒരു കാര്യവുമില്ല. ഇത്രയും വലിയ തള്ളു എന്നൊക്കെ പറഞ്ഞിട്ടും കമ്പനിയുടെ ടോട്ടൽ ഈ ഒരു ബീലൗഡ് ആപ്പിന് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 153K. അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പൈസ ഇടാൻ താല്പര്യമുള്ളവർക്ക് പോയിട്ട് പൈസ ഇടാം. ഇല്ലാത്തവർക്ക് പോയ പൈസ പോയി എന്ന് വിശ്വസിച്ച് ഇരിക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി തുറന്നു തരും. ഞാൻ മറ്റ് നല്ല ജെന്യൂനായ എയർ ഡ്രോപ്സ് പരിചയപ്പെടുത്താം. നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റ് പഠിക്കാൻ ശ്രമിക്കുക. പ്ലേലിസ്റ്റിൽ ക്രിപ്റ്റോ പഠിക്കാനുള്ള ബിഗിനേഴ്സ് ഗൈഡ് ഞാൻ ആഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർ അത് നോക്കി പഠിക്കുക. എല്ലാവരും എന്നോട് ഒരിക്കൽ കൂടെ ക്ഷമിക്കുക. കാരണം അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റാറുണ്ട്. പക്ഷേ ഇതൊരു ഒന്നൊന്നര ആപത്തായിപ്പോയി. നിങ്ങളോടൊപ്പം എൻ്റെ പൈസയും കൂടെ പോയിട്ടുണ്ട്. സോ തുല്യ ദുഃഖിതരാണ് നമ്മൾ. ഞാനാണ് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നത്. സോ ഞാൻ ഒരിക്കൽ കൂടെ ക്ഷമ ചോദിക്കുന്നു. ഇനി ഇമ്മാതിരി വേട്ടാവളി പ്രോജക്റ്റ് ഒന്നും നിങ്ങൾ ഈ ഒരു ചാനലിൽ നോക്കണ്ട. ഞാനൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വളരെ വിഷമമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ. കാരണം ഇന്നെങ്കിലും എനിക്ക് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഓപ്പൺലി പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇമ്മാതിരി പ്രോജക്ട്സ് നെവർ എവർ കം ഇൻ ദിസ് ചാനൽ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ